പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മനു മുന്നിലേക്ക് വരികയാണ്. ഇതേ തുടർന്ന് മുത്തശ്ശിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ മനു തയ്യാറാകുന്നു. മുത്തശ്ശിയോട് മുത്തശ്ശി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുത്തശ്ശി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. മാത്രവുമല്ല അവളുടെ കൂടെ ഞാൻ കുറച്ചു കാലം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവളെ ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം. കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെ. അവൾ സത്യങ്ങൾ അറിയരുത്. ഞങ്ങൾ ഇതുവരെ ഒന്നായിട്ടില്ല. ഒന്നാകുമോ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. കാരണം അവളുടെ ജീവന് ആപത്ത് പറ്റുന്നതൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത്. മുത്തശ്ശി കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന മുത്തശ്ശി, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നീ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവൾ കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എൻ്റെ ഭയം. മാത്രവുമല്ല, നീ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് അനുസരിച്ചു നോക്കുകയാണ് എങ്കിൽ എനിക്കും കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നിന്നോട് തുറന്നു പറഞ്ഞത്. എന്തായാലും നിന്റെ തീരുമാനം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ തന്നെ പോകട്ടെ. ഞാനതിന് തടസ്സം പറയാനൊന്നും നിൽക്കുന്നില്ല. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് അമ്മാമ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനു ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അഞ്ജലിയാകട്ടെ തനിക്ക് അമ്മയാകണമെന്നുള്ള ആഗ്രഹം ഇപ്പോൾ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. അത് നടക്കണമെന്ന് സത്യമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എൻ്റെതായ സ്ഥാനം ഉണ്ടാകണം എന്നും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിന് എന്ത് മറുപടി പറയണം? സത്യങ്ങളെല്ലാം ഇവളോട് തുറന്നു പറയണമോ എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ മനു ശ്രമിക്കുന്നത്. പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല സംഭവിക്കുന്നത്. സൂര്യയാകട്ടെ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയാണ്. അവരെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സൂര്യ ഇതേ തുടർന്ന് അഞ്ജലിയെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വീണ്ടും അഞ്ജലിയോട് അടുപ്പം കാണിക്കാൻ സൂര്യ ശ്രമിക്കുകയാണ്. പക്ഷേ അഞ്ജലിയാകട്ടെ തൻ്റെ ഭാഗത്തെ എതിർപ്പ് വീണ്ടും വ്യക്തമാക്കിയത് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.